Terminator Zero Episode 8 സ്പോയിലർ ടോക്ക്. ഇത് സ്പോയിലർ ടോക്കാണ്, ഇതിനകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാവും. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ആ ടെർമിനേറ്റർ മൂത്ത മകനെയും കൂട്ടിക്കൊണ്ട് ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ മാൽക്കം ലീയുടെ അടുത്ത് ചെല്ലുന്നു. മാൽക്കം ലീ പറയും, ഇല്ല, ഞാൻ വാതിൽ തുറക്കില്ല. അപ്പോൾ അയാൾ പറയും, നിനക്ക് വേണ്ടത് ഞാൻ ഈ കൊക്കോറ ഓഫ്ലൈൻ ഇടണം എന്നല്ലേ ടെർമിനേറ്ററിൻ്റെ അടുത്ത് ചോദിക്കും. ഞാനങ്ങനെ നീ എൻ്റെ മകനെ എന്തുകൊണ്ടും ചെയ്തോ, ഞാൻ കൊക്കോറ ഓഫ്ലൈൻ എടുക്കില്ല എന്ന് പറയും. ഇതിപ്പോൾ കൊക്കോറയെ കാണിക്കാനുള്ളൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഹ്യൂമാനിറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, കുറേ സെൽഫ് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് ഫോർ ദ ഗ്രേറ്റർ ഗുഡ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ആ നേരത്ത് ഈ റെസിസ്റ്റൻസ് ഗേളും മിസാക്കിയും പിന്നെ ആ രണ്ട് പിള്ളേരും അവരെല്ലാവരും കൂടെ അവിടെ എത്തും. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ഗേൾ ഫൈറ്റ് ചെയ്യും. ഈ ടെർമിനേറ്ററിനെ കാണുമ്പോഴത്തേക്കും കൊല്ലാൻ നോക്കും. പിന്നെ കുറേ നേരം അവർ തമ്മിലുള്ള ഫൈറ്റാണ്. റെസിസ്റ്റൻസ് ഗേളും ടെർമിനേറ്ററും മിസാക്കിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു ഫൈറ്റാണ്. ആ ഫൈറ്റ് ഇങ്ങനെ നടന്നു പോകുന്നു. ആ നേരത്ത് ഈ മാൽക്കം ലീ പറയും, ഇയാൾ ഈ ടെർമിനേറ്റർ ഒരു EMP ഓണാക്കാനാണ് പോകുന്നത്, അതുമാത്രമേ അവൻ്റെ കയ്യിൽ ഇനി ഒരു വഴിയുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ഈ മൂത്തവനും ഉണ്ട്. മൂത്തവൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ മിസാക്കിയുടെ മേത്തേക്ക് എന്തോ ഒരു സാധനം പൊട്ടിത്തെറിച്ച് ഇങ്ങനെ വീഴാൻ പോകും ഈ ഫൈറ്റിൻ്റെ ഇടയിൽ. അപ്പോഴത്തേക്കും ഇവനെ ഓടിച്ചെല്ലുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഇവൻ്റെ മേത്തേക്ക് വീഴുന്ന ഒരു ഭാഗത്തിലേക്ക് എത്തും. ആ നേരത്ത് ഈ ടെർമിനേറ്റർ വന്ന് ഇവനെ രക്ഷിക്കുന്നുണ്ട്. അതെന്തിനാന്ന് മനസ്സിലായില്ല. ഇവനെ രക്ഷിക്കും, ഓടി വന്ന് അതൊക്കെ താങ്ങി നിർത്തും. എന്തോ വലിയൊരു വാൾ ഇടിഞ്ഞ് വീഴണ പോലെ ഈ ടെർമിനേറ്റർ വന്ന് താങ്ങി നിർത്തും. അതെന്താണെന്ന് സംഗതി എന്ന് മനസ്സിലായില്ല. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഫ്യൂച്ചറിൽ നിന്ന് വന്ന റെസിസ്റ്റൻസ് ഗേളിനെ ഈ ടെർമിനേറ്റർ കൊല്ലാൻ പോകും. അപ്പം അത് കണ്ടുകൊണ്ട് നിന്ന ഈ മാൽക്കം ലീ വേഗം ഓടിച്ചെന്ന് ടെർമിനേറ്ററിനെ അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്കിൻ്റെ ഇടയിൽ ടെർമിനേറ്റർ അവസാനം ഈ മാൽക്കം ലീയുടെ നെഞ്ചത്തേക്ക് ആ ഒരു എന്താ പറയുക, അയാളുടെ കൈ മോഡിഫിക്കേഷൻ നടത്തിയല്ലോ, അപ്പോൾ അതുവഴി ഒരു വലിയ ആണി പോലത്തെ ഒരു സാധനം ഇങ്ങനെ കുത്തിക്കയറ്റും. അതോടെ അയാൾ ഓൾമോസ്റ്റ് ഡെഡ് ആവുന്നൊരവസ്ഥയിലേക്ക് എത്തും. അയാൾ എന്നിട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ടെർമിനേറ്റർ ഏറ്റവും മൂത്തവനെ പിടിച്ചുകൊണ്ട് വീണ്ടും നടന്നു പോകും. അവൻ നടന്ന് അവിടെ ഒരു EMP ഡിവൈസ് ഉണ്ട്, വലിയൊരു EMP ഡിവൈസ് ആ ലാബിലുണ്ട്. അങ്ങോട്ടേക്ക് നടന്നു പോകും. ബാക്കിയുള്ളവരൊക്കെ ഇയാളിങ്ങനെ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പോൾ ആ നേരത്തെ ഇയാൾ പറയും, ഇയാൾ ഈ റെസിസ്റ്റൻസ് വുമനെ കണ്ടിട്ട് പറയും, ഹലോ മദർ എന്ന് പറയും. അപ്പോൾ ഇവർ ചോദിക്കും, എന്താ വൈ ആർ യു കോളിങ് മീ മദർ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും ഒരു ഫ്യൂച്ചർ, എന്നിട്ടൊരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെ ഫ്യൂച്ചറിൽ ഇയാൾ ജനിച്ചത് ഇവരുടെ മകനായിട്ടാണ് ജനിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. സോ അതിൻ്റെ ഇടയിൽ ഇവർ ചോദിക്കും, അപ്പോൾ ഇതൊരു ടൈം ലൂപ്പാണോ, ഞാൻ ഈ ഫ്യൂച്ചറിൽ നിങ്ങളെ പ്രസവിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും, ആകെ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, ദർ ഇസ് നോ സെറ്റ് ഫ്യൂച്ചർ, ദർ ഇസ് നോ ഫേറ്റ് എന്നൊക്കെ പറയും. എന്നിട്ട് ഇയാൾ മിസാക്കിയുടെ അടുത്ത് പറയും, പിള്ളേരെ കൂട്ടിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ടൈം ലൈനിലേക്ക് പൊക്കോളാൻ പറയും. എന്തൊക്കെയോ കാണിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും അവസാനം ഈ ടെർമിനേറ്റർ ഏറ്റവും മൂത്തവനെയും പിടിച്ചുകൊണ്ട് EMP റൂമിൻ്റെ അകത്ത് കയറും. അതിനകത്ത് കയറിയിട്ട് പറയും, ഈ EMP ഡിവൈസ് നിങ്ങൾ ഓൺ ചെയ്യണം, കാരണം എനിക്ക് സെൽഫ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ EMP ഡിവൈസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും ഇവിടെയുള്ള എല്ലാ കൊക്കോറോയും എല്ലാം കംപ്ലീറ്റ് ഓഫ്ലൈൻ പോകും, ആ ബ്ലാസ്റ്റ് റേഡിയസിനകത്തുള്ളത്. അപ്പോൾ യു മസ്റ്റ് ഡു ദാറ്റ് എന്ന് പറയും. അപ്പോൾ ഞാനെന്തിനു ചെയ്യണമെന്ന് ഈ പയ്യൻ ചോദിക്കും. അപ്പോൾ പറയും, എന്നെ ഭാവിയിലേക്ക് വിട്ട ആൾ പറഞ്ഞു നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു, അതാരാന്ന് ചോദിക്കും. അപ്പോൾ പറയും, നിങ്ങളാണ് എന്നെ ഭാവിയിൽ നിന്ന് വിട്ടത്. ഈ പയ്യനാണ് ഭാവിയിൽ നിന്ന് ഈ ടെർമിനേറ്ററിനെ പാസ്റ്റിലേക്ക് വിട്ടതെന്ന്. അതെന്താണെന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആ പയ്യൻ അപ്പോഴത്തേക്കും ഈ ടെർമിനേറ്റർ പറയും, ഈ കൊക്കോരോ നിന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഈ EMP ഇരിക്കുന്ന റൂമിൻ്റെ പുറത്തേക്ക് ടെർമിനേറ്റർ പോയിട്ട് വാതിലടയ്ക്കും. അപ്പോൾ ഒരു ലിവർ പോലത്തെ സാധനമാണ് അത്, ലിവറല്ല, എന്താ പറയുക, ഒരു ഡയൽ പോലത്തെ സാധനം. അത് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ഓൺ EMP, നേരെ ആക്കി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിച്ചാൽ അബോട്ട്. ഇവനിങ്ങനെ ഡിസിഷൻ എടുക്കാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുറത്ത് കുറേ ഇന്നോ റോബോട്ട്സ് വന്ന് ഈ ടെർമിനേറ്ററിനെ ഫുള്ള് തല്ലിക്കൊല്ലും.
കൊന്നിട്ട് അവർ വാതിൽ പൊളിച്ച് അകത്തേക്ക് കിടക്കും. അകത്തേക്ക് കിടന്നു കഴിഞ്ഞിട്ട് ഈ കൊക്കോരോ പറയും, നിൻ്റെ അച്ഛൻ നിൻ്റെ ഹ്യൂമാനിറ്റിയുടെ നല്ല കാര്യങ്ങളും കാണിച്ചു തന്നു, മോശം കാര്യങ്ങളും കാണിച്ചു തന്നു. എനിക്കപ്പോൾ നിങ്ങളുടെ ഹ്യൂമാനിറ്റിയോട് എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണുള്ളത്. നീ വേണം ഇനിയിപ്പോൾ ചൂസ് ചെയ്യാൻ, ഈ EMP ഓൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നുള്ള നീ തന്നെ ചൂസ് ചെയ്തോന്ന് പറയും. അപ്പോൾ ലാസ്റ്റ് അവസാനം അവൻ അബോട്ട് ചെയ്യും. അബോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴത്തേക്കും ഇയാളും മരിക്കും, മാൽക്കം ലീ മരിക്കും. ഈ റെസിസ്റ്റൻസ് വുമണും മിസാക്കിയും 3 പിള്ളേരും എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ മൂത്തവൻ അവൻ പറയും, എനിക്കിനി എന്താ വിശ്വസിക്കേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല, എൻ്റെ അച്ഛൻ എന്നെ രക്ഷിച്ചില്ല, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തു, ഇനി എന്താവും എന്നൊക്കെ അറിയില്ല. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവസാനം എന്തോ ഒരുമാതിരി പോയട്രി പോലെ, എന്തോ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല, ഫെയ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ചുമ്മാ അടുത്ത എപ്പിസോഡിന് വേണ്ടിയുള്ള, അടുത്ത സീരീസിന് വേണ്ടിയുള്ള, അടുത്ത സീസണ് വേണ്ടിയുള്ള ഒരു സംഗതിയിൽ ഇങ്ങനെ ഒരു നിർത്തി വെച്ചു. എനിക്കൊന്നും തോന്നിയില്ല, എങ്ങനെയെങ്കിലും തീർന്നല്ലോ എന്നുള്ളൊരു സമാധാനത്തിലായിരുന്നു അവസാനം. ഇത് കറക്റ്റ് ടെർമിനേറ്റർ ജെനിസിസ് പോലെ തന്നെ അവസാനമൊക്കെ ക്ലൈമാക്സ് എത്തിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി, ഇതെന്താ ഈ നടക്കുന്നത്, ഏതൊക്കെയോ ആൾക്കാർ, ഒറ്റ മനുഷ്യനുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റ മനുഷ്യന് വേണ്ടിയും റൂട്ട് ചെയ്യാൻ തോന്നുന്നില്ല, എന്തൊക്കെയോ ഇങ്ങനെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് എന്തൊക്കെയോ കാണിച്ച് ഇനി അതിൻ്റെ 2ാം ഭാഗം ഉണ്ടാകും എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടൊരു ബോറ് എൻഡിങ്. നല്ല രീതിയിൽ തുടങ്ങിയിട്ട് അവസാനം ഭയങ്കര ബോറാക്കി അവസാനിപ്പിച്ചു.